ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. മണിപ്പൂരിലെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇറോം ശർമിള. 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ള ജില്ല? ഉത്തരം കണ്ണൂർ. അങ്കിൾഹോ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഹോച്ചിമിൻ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം? ഉത്തരം ശുക്രൻ. 2 സംസ്ഥാനങ്ങൾ അതിരുകളുള്ള കേരളത്തിലെ ജില്ല? ഉത്തരം വയനാട്. കേരളത്തിലെ ആദ്യ നിയമസഭയുടെ പ്രൊട്ടേം സ്പീക്കർ? ഉത്തരം റോസമ്മ പുന്നൂസ്. മന്ത്രി KP മോഹനൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ്? ഉത്തരം കൃഷി. ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ആണ്. തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അവകാശം ലഭിച്ച വർഷം? ഉത്തരം 1859. ഒപ്താൽമോളജി ഏത് അവയവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം കണ്ണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരനു സുഖത്തിനായി വരയണം. ഈ വചനം ആരുടേതാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി ആര്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. വയലാർ അവാർഡ് നേടിയ മുൻപേ പറക്കുന്ന പക്ഷികൾ രചിച്ചതാര്? ഉത്തരം C രാധാകൃഷ്ണൻ. ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം? ഉത്തരം 1950. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ? ഉത്തരം P സതീദേവിയാണ് ഇപ്പോഴത്തെ. ശ്രദ്ധിക്കുക, KC റോസക്കുട്ടി ടീച്ചർ ഇതിന് മുന്നത്തെയാണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ P സതീദേവി. മാൻഡറിൻ ഏത് രാജ്യത്തെ ഭാഷയാണ്? ഉത്തരം ചൈന. ഡോക്ടർ സാമുവൽ ഹനുമാൻ ഏത് ചികിത്സാ രീതിയുടെ സ്ഥാപകനാണ്? ഉത്തരം ഹോമിയോപ്പതി. കറുത്ത രത്നം എന്നറിയപ്പെടുന്ന പെലെ ഏത് രാജ്യത്തെ ഫുട്ബോൾ താരമാണ്? ഉത്തരം ബ്രസീൽ. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന മൂലകം ഏത്? ഉത്തരം മഗ്നീഷ്യം. ജലജീവികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി? ഉത്തരം ഡോൾഫിൻ. നട്ടലിലുള്ള കശേരുക്കളുടെ എണ്ണം? ഉത്തരം 33. രക്തത്തെക്കുറിച്ചുള്ള പഠനശാഖ ഹെമറ്റോളജി. KP കേശവമേനോൻ ഏത് പത്രത്തിന്റെ പത്രാധിപരായിരുന്നു? ഉത്തരം മാതൃഭൂമി. പണ്ഡിറ്റ് കറുപ്പൻ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. ഏത് പേരിൽ? ഉത്തരം കേരള ലിങ്കൺ. മിശ്രഭോജനം നടത്തി പ്രസിദ്ധി നേടിയ മലയാളി? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങിയ വർഷം? ഉത്തരം 1498. അടുത്ത ചോദ്യം നോക്കാം. 2013 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത്? ഉത്തരം P ചിദംബരം. ശ്രദ്ധിക്കുക, 2024 ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. എൻഡോസൾഫാൻ ബാധിതർ കൂടുതലുള്ള ജില്ല? ഉത്തരം കാസർഗോഡ്. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം? ഉത്തരം 20. 2012 ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ റാവൂരി ഭരദ്വാജ ഏത് ഭാഷയിലാണ് സാഹിത്യരചന നടത്തിയത്? ഉത്തരം തെലുങ്ക്. നിതാഖാത് നിയമം നടപ്പിലാക്കിയ രാജ്യം? ഉത്തരം സൗദി അറേബ്യ. സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്? ഉത്തരം ഏപ്രിൽ. ദ്രാവിഡ മുന്നേറ്റ കഴകം 1940 രൂപീകരിച്ചത്? ഉത്തരം അണ്ണാദുരൈ. രാജാക്കന്മാരിൽ സംഗീതജ്ഞരും സംഗീതജ്ഞരിൽ രാജാവുമായ ആളാര്? ഉത്തരം സ്വാതി തിരുനാൾ. ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയ്ക്കാൻ സഹായിക്കുന്ന കുർക്കുമിൻ അടങ്ങിയ വസ്തു? ഉത്തരം മഞ്ഞൾ. താഴെ തന്നിരിക്കുന്നവയിൽ വലിയ സംഖ്യ ഏത്? ഉത്തരം 1/2. അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായി ആചരിച്ചത്? ഉത്തരം 2011. ദാദാസാഹിബ് ഫാൽക്കെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സിനിമ. കൊക്കോസ് ന്യൂസിഫറ ഏതിന്റെ ശാസ്ത്രനാമമാണ്? ഉത്തരം തെങ്ങ്. മീൻമുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ബ്രൗസർ? ഉത്തരം എപ്പിക്. അവസാനമായി ശ്രേഷ്ഠ പദവി ലഭിച്ച ഇന്ത്യൻ ഭാഷ ഏത്? ഇത് ഡിലീറ്റ് ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് ഈ റീസെൻ്റ്ലി കിട്ടിയത് 2024 5 ഭാഷകൾ കൂടി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. മറാത്തി, പാലി, പ്രാകൃത്, ആസാമീസ് ആൻഡ് ബംഗാളി. ഇത് 5ഉം പ്രധാനപ്പെട്ടവയാണ്. 5ഉം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടവയാണ്. ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനാണ് ക്യൂരിയോസിറ്റി എന്ന ബഹിരാകാശ പേടകം അയച്ചത്? ഉത്തരം ചൊവ്വ. നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊണ്ട രാജ്യം? ഉത്തരം മ്യാൻമർ. എഡ്വിജെ അന്റോണിയോ മൈനോ താഴെ പറയുന്നവരിൽ ആരാണ്? ഉത്തരം സോണിയാഗാന്ധി. 2013 IAS പരീക്ഷയിൽ 1ാം സ്ഥാനത്തെത്തിയ ആള്? ഉത്തരം ഹരിത V കുമാർ. പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? ഉത്തരം 13ാമത്തെ. ശ്രദ്ധിക്കുക, 15ാമത്തെ രാഷ്ട്രപതി അല്ലെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. പ്രിസണർ 5990 ആരുടെ ആത്മകഥയാണ്? ഉത്തരം ബാലകൃഷ്ണപിള്ള. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ? ഉത്തരം 2. 2013 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന ജില്ല? ഉത്തരം മലപ്പുറം. ശ്രദ്ധിക്കുക, 2013 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് മലപ്പുറം. 2024 സ്കൂൾ കലോത്സവം നടന്ന ജില്ല കൊല്ലം. 2025 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന ജില്ല തിരുവനന്തപുരം. വെസ്റ്റ് നൈൽ എന്താണ്? ഉത്തരം അസുഖം. 2013 IPL മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ നയിച്ചതാര്? ഉത്തരം രാഹുൽ ദ്രാവിഡ്.
മലയാള ഭാഷ സംസാരിക്കുന്ന പോണ്ടിച്ചേരി സംസ്ഥാനത്തെ പ്രദേശം? ഉത്തരം കാരയ്ക്കൽ. ലോക്സഭയിൽ ഇംപീച്ച്മെന്റിന് വിധേയനായ ആദ്യ സുപ്രീം കോടതി ജഡ്ജി? ഉത്തരം ജസ്റ്റിസ് രാമസ്വാമി. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. കേടെറ്റ് ഏത് നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷയാണ്? ഉത്തരം അധ്യാപകൻ. ഗാന്ധിജി 2ാം തവണ കേരളത്തിൽ വന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന നികുതി? ഉത്തരം വിനോദ നികുതി. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി? OM നമ്പ്യാർ. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഉത്തരം IK കുമാരൻ. മണ്ണിര വാതകവിനിമയം നടത്തുന്നത്? ഉത്തരം ത്വക്ക്. വൃക്കയിലെ അരിപ്പകൾ എന്നറിയപ്പെടുന്നത്? നെഫ്രോണുകൾ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു? ഉത്തരം നിക്കോട്ടിൻ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം? എഡ്യൂസാറ്റ്. ജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ഉത്തരം 7. പ്രകൃതിയിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണുന്ന ലോഹം? ഉത്തരം സ്വർണം. ഏറ്റവും കാഠിന്യമേറിയ വസ്തുവായ വജ്രം എന്തിന്റെ രൂപാന്തരമാണ്? ഉത്തരം കാർബണിന്റെ. പാലിൽ വെള്ളം ചേർത്താൽ കണ്ടുപിടിക്കുന്ന ഉപകരണം? ഉത്തരം ലാക്ടോമീറ്റർ. ആരോഗ്യമുള്ള കണ്ണിന്റെ നിയർ പോയിന്റിലേക്കുള്ള ദൂരം? ഉത്തരം 25 സെന്റിമീറ്റർ. പഴങ്ങളെ കൃത്യമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? കാൽസ്യം കാർബൈഡ്. താഴെ തന്നിട്ടുള്ളവയിൽ വിഘാടക ഗണത്തിൽപ്പെടുന്ന ജീവി ഏത്? ഉത്തരം ബാക്ടീരിയ. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം MJ സ്ലീഡൻ. അയഡിൻ ലായനി അന്നജവുമായി ചേർത്താൽ ലഭിക്കുന്ന നിറമേത്? ഉത്തരം നീല. താഴെ തന്നിരിക്കുന്നവയിൽ സാംക്രമിക രോഗം ഏത്? ഉത്തരം കോളറ. ഒരു സങ്കര ഇനം നെല്ലാണ്? ഉത്തരം അന്നപൂർണ. പാകം ചെയ്ത് കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ലഭിക്കാത്ത ജീവകം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ജീവകം C. ഹരിതഗൃഹവാതകം ഏത്? ഉത്തരം മീഥെയ്ൻ. ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ആൽബർട്ട് സാബിൻ. ദഹനേന്ദ്രിയ വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്? ഉത്തരം ചെറുകുടൽ. താഴെ തന്നിട്ടുള്ളവയിൽ ധാന്യകത്തിന്റെ ഘടകമല്ലാത്തത് ഏത്? ഉത്തരം നൈട്രജൻ. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഏതൊക്കെയാണെന്ന് നോക്കാം. 81 ഓപ്ഷൻ B, 82 ഓപ്ഷൻ C, 83 ഓപ്ഷൻ A, 84 ഓപ്ഷൻ B, 85 ഓപ്ഷൻ D, 86 ഓപ്ഷൻ C, 87 ഓപ്ഷൻ D, 88 ഓപ്ഷൻ A, 89 ഓപ്ഷൻ C, 90 ഓപ്ഷൻ C, 91 ഓപ്ഷൻ B, 92 ഓപ്ഷൻ D, 93 ഓപ്ഷൻ D, 94 ഓപ്ഷൻ B, 95 ഓപ്ഷൻ C, 96 ഓപ്ഷൻ A, 97 ഓപ്ഷൻ A, 98 ഓപ്ഷൻ D, 99 ഓപ്ഷൻ B, 100 ഓപ്ഷൻ A. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.